ഇന്ന് നമുക്ക് ലാറിങ്സിൻ്റെ അനാറ്റമിയെ പറ്റി പഠിക്കാം. ഓക്കെ, സോ ഇതിനകത്ത് എവിടെയാണ് ലാറിങ്സ്? ഇത് നമ്മുടെ ത്രോട്ടാണ്. ഇതാ ഈ സ്ട്രക്ചർ ഉണ്ട്, പേർപ്പിൾ സ്ട്രക്ചർ, ഇതാണ് ലാറിങ്സ്. ഓക്കെ, സോ ദ പാർട്സ് ഓഫ് ലാറിങ്സ് ഐ വിൽ കം ടു ഇറ്റ്. ഫസ്റ്റ് യു ടെൽ മീ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ലാറിങ്സ്. മെയിൻ ഫങ്ഷൻ എന്താണ് ലാറിങ്സിൻ്റെ? Many functions it has got. Okay, mainly 4 functions ഉണ്ട്. ഒന്ന് പ്രൊട്ടക്ഷൻ ഓഫ് എയർവേസ്. നമ്മുടെ എയർവേസ്, ഈ ലാരിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർവേ തുടങ്ങുന്ന ഭാഗമാണ് ലാരിങ്സ്. ഓക്കെ, താഴോട്ട് ഇറ്റ് ഈസ് ദ ട്രാക്കിയ ആൻഡ് ദെൻ വി ഹാവ് ദ ലങ്സ്. ഓക്കെ, അപ്പം നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ലാരിങ്സ്. ഓക്കെ, now മെയിൻ ഫങ്ഷൻ ഫസ്റ്റ് ഇസ് ടു പ്രൊട്ടക്റ്റ് ദി എയർവേ. നമ്മുടെ എയർവേ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ലാരിങ്സിൻ്റെ ജോലിയാണ്. ലാരിങ്സിൻ്റെ മണ്ടയിൽ നമുക്കൊരു കവറിങ് ഉണ്ട്. ഇത് കണ്ടോ, ഇതാണ് എപ്പിഗ്ലോട്ടസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ വായിൽ കൂടെ എടുക്കുന്ന ഫുഡ് എങ്ങോട്ടത്തേക്കാണ് പോകേണ്ടത്? ഈസോഫേഗസിലേക്കാണ് പോകേണ്ടത്, ആൻഡ് ദെൻ ടു ദ സ്റ്റൊമക്ക് ആണല്ലോ. ഓക്കെ, സോ ഇവിടെ ഈ റൂട്ടിൽ ഇപ്പോൾ ഫുഡ് ഇവിടെ വന്ന് നിൽക്കുകയെന്ന് വെച്ചോ, 2 വഴികളുണ്ട്. ഒന്നെങ്കിൽ അതിന് ഈ പൈപ്പിലേക്ക് വരാം, ഏത് നമ്മുടെ ലാരിങ്സിലേക്ക്, അല്ലെങ്കിൽ ഈസോഫേഗസിലേക്ക് വരാം, അല്ലേ? ഇപ്പം ലാരിങ്സിലേക്ക് വന്നാൽ എന്ത് പറ്റും? ആൾ മരിച്ചു പോവും, അല്ലേ? ഫുഡ് ലാരിങ്സിലേക്ക് വന്നാൽ ആൾ മരിച്ചു പോവും. സോ ദൈവം എന്ത് ചെയ്തു? ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി. ഇവിടെ ഒരു കവർ വെച്ചു, ലാരിങ്സിൻ്റെ മണ്ടയിൽ ഒരു കവർ വെച്ചു. അപ്പോൾ ഫുഡ് വരുന്ന എല്ലാം എന്താ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കും. ഇവിടെ ഒരു കവറുണ്ട്. സോ ഇറ്റ് കെ നോട്ട് ഗോ ഇൻസൈഡ് ദ ലാരിങ്സ്. അപ്പോൾ വേറെ എവിടെ പോകാൻ പറ്റുള്ളൂ? ഈസോഫേഗസിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ ചില നെർവ് പാൽസി ഉള്ള സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ എപ്പിഗ്ലോട്ടസ്, അതാണ് നമ്മുടെ ക്യാപ്പ് ഓഫ് ദി ലാരിങ്സ്, കേട്ടോ. എപ്പിഗ്ലോട്ടസ് ഇങ്ങനെ കവർ ചെയ്യുന്നതിന് പകരം അങ്ങ് ഓപ്പൺ ആവും. അതുകൊണ്ടാണ് ഫുഡ് ചില സമയങ്ങളിൽ എന്ത് പറ്റുന്നത്? ഈ എയർ പൈപ്പിലേക്ക് ചെന്നിട്ട് ആൾ ചോക്കാവുന്നത്, കേട്ടോ. ഫൈൻ. So first function is protection of the airway. Larynx prevents aspiration. Aspiration എന്താണ്? The food that we eat, if it goes into the airway, then it is called as aspiration. So to prevent that, we have epiglottis. Okay, epiglottis is a part of larynx. Larynx ന് 4 parts ഉണ്ട്. I'll come to that. Okay, so first is protection of airway and it prevents aspiration of food into the ഈസോഫേഗസ്. അതാണ് ലാരിങ്സിൻ്റെ ജോലി. ഓക്കെ, രണ്ടാമത്തെ ഫങ്ഷൻ ഇസ് വോയിസ് പ്രൊഡക്ഷൻ. നമ്മുടെ ശബ്ദത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലാരിങ്സ്. ഓക്കെ, മൂന്നാമത് ബ്രീത്തിങ്. ഓക്കെ, ബ്രീത്തിങ്. നാലാമത് ഫിക്സേഷൻ ഓഫ് ചെസ്റ്റ്. ഫിക്സേഷൻ ഓഫ് ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഹെവി സാധനം എടുത്ത് പുഷ് ചെയ്യാമെന്ന് വെച്ചോ, അല്ലെങ്കിൽ എടുക്കുക എന്ന് വെച്ചോളൂ. ഓക്കെ, നമ്മുടെ ചെസ്റ്റിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ വേണം. ആ ചെസ്റ്റിന്, അതിനെയാണ് പറയുന്നത് ഫിക്സേഷൻ ഓഫ് ചെസ്റ്റ് എന്ന്. അതും ഹെൽപ്പ് ചെയ്യുന്നത് ലാരിങ്സ് ആണ്. ഓക്കെ, നൗ ടെൽ മീ വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദി ലാരിങ്സ്. ഒരു നോർമൽ ഇൻഡിവിജ്വലിൽ ടെൽ മീ വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദി ലാരിങ്സ്. ടെൽ മീ. യെസ്, ലാരിങ്സ് ഇസ് ഐദർ, 1 second guys. ഓക്കെ, ലാരിങ്സ് ഇസ് ഐദർ ട്യൂബുലർ ഷേപ്ഡ്. ഓക്കെ, ഒരു ട്യൂബ്യൂള് പോലെയാണ്. ആസ് യു ക്യാൻ സീ, ഇറ്റ് ഈസ് ഐദർ ട്യൂബുലർ ഷേപ്ഡ് or it is cylindrical shape. Okay, fine. Okay guys, this is what, tell me, then the sambhavam, it is a AP view of, it is the AP view of larynx. Okay, so larynx in the main part, larynx ആ ഒരു സ്ട്രക്ചർ കവർ ചെയ്തേക്കുന്നത് lot of cartilages ആണ്. Okay, as you can see, the entire thing is larynx. ഓക്കെ, സോ മേളിൽ കാണുന്ന ഈ പ്രൊജക്ഷൻ കണ്ടോ, ഇതിനെയാണ് എപ്പിഗ്ലോട്ടസ് എന്ന് പറയുക. ഓക്കെ, ആൻഡ് ദർ ഇസ് എ ബോൺ ഹിയർ കോൾഡ് ആസ്, കെൻ യു സീ ദിസ് ബോൺ ഹിയർ? ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഹയോയിഡ് ബോൺ. ഓക്കെ, ഇറ്റ്സ് കോൾഡ് ആസ് ഹയോയിഡ് ബോൺ. ഈ ബോൺ കണ്ടല്ലോ, ഫൈൻ. പിന്നെ അടുത്ത ബോൺ എന്ന് പറഞ്ഞാൽ, സോറി, ഇത് ബോണല്ല, കാർട്ടിലേജ് ആണ്. ദിസ് ഇസ് എ തൈറോയിഡ് കാർട്ടിലേജ്. ഓക്കെ, ദിസ് ഇസ് എ തൈറോയിഡ് കാർട്ടിലേജ്. പിന്നെ തൈറോയിഡ് കാർട്ടിലേജിൻ്റെ താഴെ വേറൊരു കാർട്ടിലേജ് ഉണ്ട്, കോൾഡ് ആസ് ക്രിക്കോയിഡ് കാർട്ടിലേജ്. പിന്നുള്ളത് ട്രാക്കിയൽ റിങ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വെൻ ഐ സേ ലാരിങ്സ്, ഈ മൊത്തം പിക്ചർ നിങ്ങളുടെ മൈൻഡിൽ വരണം, കേട്ടോ. അപ്പോൾ കാർട്ടിലേജ് ഉണ്ട്, നമ്മുടെ ബോൺ ഉണ്ട്, ഹയോയിഡ് ബോൺ ഉണ്ട്, തൈറോയിഡ് കാർട്ടിലേജ് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? ക്രിക്കോയിഡ് കാർട്ടിലേജ് ഉണ്ട്, പിന്നെ ട്രാക്കിയാസ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് മസിൽസ് ഉണ്ട്, കുറച്ച് മെംബ്രെയിൻസ് ഉണ്ട്. ഓക്കെ ഗൈസ്, നൗ ലെറ്റ് us learn the parts of a larynx. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ക്രോസ് സെക്ഷൻ എടുത്തു, എന്ന് വെച്ചാൽ ഒരു കൊറോണൽ സെക്ഷൻ. ഞാൻ ഇവിടുന്ന് ഒരു ബ്ലേഡ് എടുത്തിട്ട് ഇങ്ങനെ താഴോട്ട് കട്ട് ചെയ്തു, മനസ്സിലായോ? ദാറ്റ് ഈസ് എ കൊറോണൽ സെക്ഷൻ. ഐ ഹോപ്പ് യു നോ വാട്ട് ഈസ് എ കൊറോണൽ സെക്ഷൻ. ഓക്കെ, സോ അപ്പോൾ എനിക്ക് AP വ്യൂ കിട്ടും. ഓക്കെ,
So this part that you see, ഇങ്ങനെ ഒരു വ്യൂ ആയിരിക്കും എനിക്ക് കിട്ടുക, ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു വ്യൂ ആയിരിക്കും എനിക്ക് കിട്ടുക. ഫൈൻ. സോ ദിസ് പാർട്ട് ഇസ് കോൾഡ് ആസ് false vocal cord. It is called as false vocal cord. False vocal cordന്റെ വേറെ പേരാണ് vestibular fold. ഓക്കെ, ഈ ഒരു ബെൻഡ് കണ്ടോ, അതാ ഈ ബെൻഡ്, കെൻ യു സി? യെസ്, ഇതിനെ പറയുന്ന പേരാണ് ട്രൂ വോക്കൽ കോഡ്. ഓക്കെ, ട്രൂ വോക്കൽ കോഡ് അല്ലെങ്കിൽ ട്രൂ കോഡ്സ്. ഓക്കെ, ട്രൂ കോഡ്സ് or vocal cord. അപ്പം if somebody tells you the vocal cord is damaged, they mean this part. Okay, the true cord നെയാണ് vocal cord എന്ന് പറയുക. ഈ ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഈ ഭാഗം. That's because this vocal cord is the most important part in the larynx that produces sound. Sound production ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് true vocal cord, this one. Okay, ഈ ബലൂണിങ് സ്ട്രക്ചർ കണ്ടോ, ഈ ബലൂണിങ് സ്ട്രക്ചർ, അതിൻ്റെ പേരെന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ആസ് സാക്യൂൾ. ഇറ്റ്സ് കോൾഡ് ആസ് സാക്യൂൾ. ഓക്കെ, നെക്സ്റ്റ് ഗൈസ്, ഇത് നമുക്ക് 3 ലെയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മുടെ ലാരിങ്സ് 3 ലെയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ദ പാർട്ട് വിച്ച് കണ്ടെയ്ൻസ് ദ ട്രൂ വോക്കൽ കോഡ്, ഇത് ഈ ഭാഗത്താണല്ലോ നമ്മുടെ ട്രൂ വോക്കൽ കോഡ് ഇരിക്കുന്നത്. ദിസ് പാർട്ട് ഇസ് കോൾഡ് ആസ് ഗ്ലോട്ടസ്. ഓക്കെ, and the part above it is called as supraglottis. Okay, ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് കേട്ടോ പഠിപ്പിക്കുന്നത്. ഇഫ് യു വോണ്ട് ടു ഹിയർ ഇറ്റ് ഫാസ്റ്റ്, സ്പീഡ് കൂട്ടിക്കുക കേട്ടോ. ഫൈൻ. സോ ദിസ് ഇസ് വാട്ട് ഗൈസ്, ദിസ് ഇസ് സബ്ഗ്ലോട്ടസ്. Okay, so if somebody asks you what are the 3 parts of larynx, supraglottis, glottis, supraglottis, glottis and subglottis. Okay, നമ്മുടെ ലാരിങ്സ് മൊത്തം കവർ ചെയ്തേക്കുന്നത് മ്യൂക്കോസ വെച്ചിട്ടാണ്. ലാരിങ്സ് മൊത്തം കവർ ചെയ്തേക്കുന്നത് മ്യൂക്കോസ വെച്ചിട്ടാണ്, എക്സെപ്റ്റ് 1 പാർട്ട്. ഓക്കെ, അവിടെ നോർമൽ മ്യൂക്കോസ അല്ല, അവിടെ സ്ക്വാമസ് എപ്പിത്തീലിയമാണ്. സ്ക്വാമസ്, ക്യാൻ യു ടെൽ മീ സൂപ്രാഗ്ലോട്ടസ് ആണോ, ഗ്ലോട്ടസ് ആണോ, സബ് ഗ്ലോട്ടസിലാണോ സ്ക്വാമസ് എപ്പിത്തീലിയം ഉള്ളത്? സി, ബാക്കി എല്ലായിടത്തും നമുക്കൊരു മ്യൂക്കോസയുണ്ട്. ഓക്കെ, നമ്മുടെ നമ്മുടെ ലാരിങ്സിൽ ഇറ്റ് ഹാസ് മ്യൂക്കോസ. ഓക്കെ, പക്ഷേ എക്സെപ്റ്റ് ആക്ച്വലി ദിസ് പാർട്ട് മ്യൂക്കോസ അല്ല, ദിസ് പാർട്ട് ഇസ് ലൈൻഡ് വിത്ത് സ്ക്വാമസ് എപ്പിത്തീലിയം. ദിസ് പാർട്ട് ഇസ് ലൈൻഡ് വിത്ത് സ്ക്വാമസ് എപ്പിത്തീലിയം. നമ്മുടെ ഗ്ലോട്ടസ് ഏരിയ, ഇറ്റ് ഈസ് ലൈൻഡ് വിത്ത് സ്ക്വാമസ് എപ്പിത്തീലിയം. ഓക്കെ, സോ ഈ ഗ്ലോട്ടസിനോ ലാരിങ്സിനെ പറ്റി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി ടെൽ മീ ഗ്ലോട്ടസിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഗ്ലോട്ടസ് എന്ന് പറഞ്ഞ പാർട്ട് ഓഫ് ലാരിങ്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഓക്കെ, ഒന്ന്, യു മസ്റ്റ് സേ ലാരിങ്സ് ഇസ് കവേർഡ് ബൈ മ്യൂക്കോസ എക്സെപ്റ്റ് ഗ്ലോട്ടസ്. ഗ്ലോട്ടസിലുള്ള ദ കവറിങ് ദാറ്റ് ഈസ് ബൈ സ്ക്വാമസ് എപ്പിത്തീലിയം. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, ഗ്ലോട്ടസിന് ഒരു പ്രത്യേക സ്പേസ് ഉണ്ട്, കോൾഡ് ആസ് റെൻകേസ് സ്പേസ്. ഓക്കെ, സോ ഈ ജസ്റ്റ് എ മൊമെന്റ് ഗൈസ്. സി, ഈ സ്പേസ് കണ്ടു, ഈ സ്ക്വാമസ് എപ്പിത്തീലിയത്തിൻ്റെയും ഓക്കെ നമ്മുടെ ഗ്ലോട്ടസിൻ്റെ ഇടയ്ക്കുള്ള ഈ സ്പേസ് കണ്ടോ? ഓക്കെ, ദാറ്റ് സ്പേസ് ഇസ് കോൾഡ് ആസ് റെൻകേസ് സ്പേസ്. ഇറ്റ്സ് കോൾഡ് ആസ് വാട്ട് ഗൈസ്? റെൻകേസ് സ്പേസ്. ഇപ്പോൾ ഗ്ലോട്ടസിൽ റെൻകേസ് സ്പേസ് ഉണ്ട്, ഇവിടെയാണ് എഡേമയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഡ്യൂ ടു ഇൻഫെക്ഷൻസ്. ഫൈൻ. സോ സെക്കൻഡ് പോയിന്റ് ഇസ് റെൻകേസ് സ്പേസ് ഇസ് പ്രസൻറ്റ് ഇൻ ദ ഗ്ലോട്ടസ്. മനസ്സിലായോ? മൂന്നാമത്, ലാരിങ്സിലെ ഈ മൊത്തം ലാരിങ്സിലെ ഏറ്റവും നാരോവസ്റ്റ് പാർട്ട്, ചെറിയ പാർട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ യു മസ്റ്റ് സേ ഇറ്റ് ഈസ് ദ ഗ്ലോട്ടസ്. അപ്പം ഏറ്റവും നാരോവസ്റ്റ് പാർട്ട് ഏതാണ്? ഇറ്റ് ഈസ് ദ ഗ്ലോട്ടസ്. ഓക്കെ, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നമ്മുടെ ഗ്ലോട്ടസ് റീജിയനിൽ ദർ ഇസ് നോ ലിംഫാറ്റിക്സ്. ബാക്കി എല്ലാ റീജിയനിലും സൂപ്രാഗ്ലോട്ടസ് ആയാലും സബ് ഗ്ലോട്ടസിലായാലൊക്കെ എന്തുണ്ട്? ലിംഫാറ്റിക്സ് ഉണ്ട്. പക്ഷെ ഗ്ലോട്ടസിൽ ലിംഫാറ്റിക്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന പേരാണ് വാട്ടർ ഷെഡ് ഏരിയ ഓഫ് ദി ലാരിങ്സ്. ഐ ടെൽ യു ഇൻ ഡീറ്റെയിൽ എന്താ എൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വാട്ടർ ഷെഡ് ഏരിയ ഓഫ് ദ ലാരിങ്സ് ഏതാണ് എന്ന് ടീച്ചർ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇറ്റ് ഈസ് ഗ്ലോട്ടസ്.
So guys, once more, ഞാൻ ലാരിങ്സിൻ്റെ പിക്ചർ ഒന്നും കൂടെ വരച്ചിട്ടുണ്ട്. യു ടെൽ മീ ഇതിനകത്ത് ഏത് പാർട്ടാണ് സുപ്രാഗ്ലോട്ടസ്? ഓക്കെ, ബിഫോർ ദാറ്റ് സി ദിസ് പാർട്ട് ഇസ് ദ false vocal cord, അല്ലേ? false vocal cord. This part is a saccule, right? And this part is the true vocal cord or the actual vocal cord. Okay, so ഈ ട്രൂ വോക്കൽ കോഡാണ് ഞാൻ യെല്ലോ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. ദിസ് ഏരിയ ഇസ് കോൾഡ് ആസ് എ glottis. Okay, the area which has the true vocal cord is called as the glottis. Okay, and this area, ഈ ഭാഗത്തിനെയാണ് സുപ്രാഗ്ലോട്ടസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഭാഗത്തിനെയാണ് സബ് ഗ്ലോട്ടസ് എന്ന് പറയുന്നത്. ഓക്കെ, സുപ്രാഗ്ലോട്ടസും സബ് ഗ്ലോട്ടസിലും നമുക്ക് ഏത് എപ്പിത്തീലിയമാണ്? ദേ ഹാവ് ദ മ്യൂക്കോസ. കണ്ടോ, ഈ ഗ്രീൻ വെച്ച് ഞാൻ വരച്ചേക്കുന്നതാണ് മ്യൂക്കോസ. ഇറ്റ് ഈസ് ലൈൻഡ് ബൈ മ്യൂക്കോസ. ഓക്കെ, മ്യൂക്കോസയുണ്ട്. പക്ഷേ ഞാൻ ഗ്ലോട്ടസിൽ വരച്ചിട്ടുണ്ടോ ആ ഗ്രീൻ ലൈൻ? ഇല്ല. ഞാൻ എന്താ പറഞ്ഞത്? ഗ്ലോട്ടസ് ഹാസ് വിച്ച് കൈൻഡ് ഓഫ് എപ്പിത്തീലിയം? ഇറ്റ് ഹാസ് എ സ്ക്വാമസ് എപ്പിത്തീലിയം. ഓക്കെ, അപ്പോൾ നമ്മൾ ലാരിങ്സ് വ്യൂ ചെയ്യുമ്പോൾ ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ സ്ക്വാമസ് ഈ മ്യൂക്കോസ ഇവിടെ എൻഡ് ചെയ്യുന്നതും സ്ക്വാമസ് എപ്പിത്തീലിയം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതും, അതേപോലെ സ്ക്വാമസ് എപ്പിത്തീലിയം ഇവിടെ എൻഡ് ചെയ്യുന്നതും മ്യൂക്കോസ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതും നമുക്ക് ക്ലിയർ ആയിട്ട് ലാരിങ്സ് വ്യൂ ചെയ്യുമ്പം കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലൈനിനെ പറയുന്ന പേരാണ് ആർക്വേറ്റ് ലൈൻ. എന്താണ് ഇത്? ഫസ്റ്റ് ആർക്വേറ്റ് ലൈൻ. ഓക്കെ, ആർക്വേറ്റ് ലൈൻ. ഇതാണ് സെക്കൻഡ് ആർക്വേറ്റ് ലൈൻ. മനസ്സിലായോ എന്താ ആർക്വേറ്റ് ലൈൻ എന്ന്? അതൊരു ഇമാജിനറി ലൈനാണ്. എന്ന് വെച്ചാൽ ഓക്കെ, ഇവിടെ സ്ക്വാമസ് എപ്പിത്തീലിയമാണ്. ഈ ഗ്ലോട്ടസിൽ മൊത്തം വി ഹാവ് ദ സ്ക്വാമസ് എപ്പിത്തീലിയം. ഓക്കെ, ആൻഡ് സബ് ഗ്ലോട്ടസ് ഏരിയ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഈ ഗ്രീൻ ലൈനിങ്. അതെന്താണ്? മ്യൂക്കോസയാണ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും ഡിമാർക്കേഷനാണ് ആർക്വേറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഈ രണ്ടിൻ്റെയും വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. കാണുമ്പം ആ ഒരു വ്യത്യാസം നമ്മൾ അതിനെ പറയുന്ന പേരാണ് ആർക്വേറ്റ് ലൈൻ. ഓക്കെ, സോ ആക്ച്വൽ ഡെഫിനിഷൻ ഓഫ് ഗ്ലോട്ടസ് ഇസ് glottis can be defined as the area of larynx starting at first arcuate line and ending at second arcuate line. Okay, adana actual definition of glottis. Okay, so glottis is the area of the larynx that starts at the first arcuate line and ends at the second arcuate line. Actually 1 centimeter below the second arcuate line ആണ്. Okay, നിങ്ങൾ പഠിക്കുമ്പോൾ it is an area between the first and second arcuate lines. അതാണ് glottis. ഓക്കെ, അനാറ്റമിക്കൽ ഡെഫിനിഷൻ ഓഫ് ഗ്ലോട്ടസ് അതാണ്. ഫൈൻ. പിന്നെ ഞാൻ പറഞ്ഞു ഈ ഗ്ലോട്ടസിൽ എന്തില്ല? ലിംഫാറ്റിക്സ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു, അല്ലേ? ദർ ഇസ് നോ ലിംഫാറ്റിക്സ്. സോ ഓക്കെ, നൗ വൈ ലാരിങ്സ് ഹാസ് നോ ലിംഫാറ്റിക്സ്? എന്തുകൊണ്ടാണ് ലാരിങ്സിന് ലിംഫാറ്റിക്സ് ഇല്ലാത്തത്? അതിൽ നമ്മൾ കുറച്ച് അനാറ്റമി അറിയണം. ഓക്കെ, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സ്ട്രക്ചേഴ്സും ഓക്കെ ബ്രേക്കിയൽ ആർച്ചസിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സ്ട്രക്ചേഴ്സും എന്താണ്? ദേ ഓൾ ഡെവലപ്പ് ഫ്രം ബ്രേക്കിയൽ ആർച്ചസ്. ഓക്കെ, ഐ മീൻ all these structures, they develop from brachial arches. Okay, so how many brachial arches are there? 6 brachial arches are there in us. The supraglottis, okay, develops from the 4th brachial arch, and the subglottis, idanalla subglottis, ee bhagam. Okay, subglottis develops from the 6th brachial arch. Appam remember, supraglottic part develops from the 4th brachial arch and this subglottis develops from the 6th brachial arch. Okay, ഈ 5th brachial arch ഉണ്ട് നമുക്ക്, പക്ഷേ അത് നമ്മുടെ ലൈഫിൽ കുറച്ച് കഴിഞ്ഞിട്ട് അതങ്ങ് ഡിസപ്പിയർ ആവും. അപ്പം ബേസിക്കലി സുപ്രാഗ്ലോട്ടസിനെ ഉണ്ടാക്കുന്നത് 4th brachial archും സബ് ഗ്ലോട്ടസിനെ ഉണ്ടാക്കുന്നത് 6th brachial archുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്ലോട്ടസ് ഉണ്ടല്ലോ, ഈ ഗ്ലോട്ടസ് ഡെവലപ്പ് ആവുന്നത് പകുതി 4th brachial archiൽ നിന്നും ബാക്കി പകുതി 6th brachial archiൽ നിന്നുമാണ്. ഓക്കെ, ഗ്ലോട്ടസിനായിട്ട് പ്രത്യേകമായിട്ടൊരു ബ്രേക്കിയൽ ആർച്ച് ഇല്ല. ഇറ്റ് ഡെവലപ്സ് പാർട്ട്ലി ഫ്രം 4th brachial arch ആൻഡ് പാർട്ട്ലി ഫ്രം 6th brachial arch. മനസ്സിലായോ? സോ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ ബോർഡർ. ഒരു ബോർഡറിൻ്റെ പ്രോപ്പർട്ടിയാണ്. എന്ന് വെച്ചാൽ ഈ ഗ്ലോട്ടസിൽ കിട്ടുന്ന ആർട്ടറീസ്, വെയിൻസ്, ഇതെല്ലാം നമ്മുടെ 4th and 6th brachial archസിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ആർട്ടീരിയൽ അല്ലെങ്കിൽ വീനസ് സപ്ലൈ
വീനസ് ഡ്രെയിനേജോ ആർട്ടീരിയൽ സപ്ലൈയോ ഒന്നും നമ്മുടെ ഗ്ലോട്ടസിന് ഇല്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഗ്ലോട്ടസ് നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഗ്ലോട്ടസ് വളരെ പേളാണ് കമ്പയർ ടു ദ സുപ്രാഗ്ലോട്ടസ് ആൻഡ് സബ് ഗ്ലോട്ടസ്. പേളാണ്. കാരണം എന്താണ്? സുപ്രാഗ്ലോട്ടസിനെ പോലെയോ സബ് ഗ്ലോട്ടസിനെ പോലെയോ പ്രോപ്പർ ഒരു ബ്ലഡ് സപ്ലൈ നമ്മുടെ ഗ്ലോട്ടസിന് ഇല്ല. കാരണം അതിന് ഡെവലപ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഒരു പ്രത്യേക ബ്രേക്കിയൽ ആർച്ച് ഇല്ല. അത് ഇറ്റ് ടേക്സ് ലിറ്റിൽ ഫ്രം 4th ബ്രേക്കിയൽ ആർച്ച് ആൻഡ് ഇറ്റ് ടേക്സ് ലിറ്റിൽ ഫ്രം 6th ബ്രേക്കിയൽ ആർച്ച് ടു ഫോം എ കംപ്ലീറ്റ് ഗ്ലോട്ടസ്. ഓക്കെ. പിന്നെ അപ്പോൾ ഈ 4th ഉം 6th ഉം കുറച്ച് ജനറസ് ആണ്. അതുകൊണ്ടാണ് കുറച്ച് ബ്ലഡ് സപ്ലൈ ഗ്ലോട്ടസിന് കൊടുക്കുന്നത്. ഓക്കെ. പക്ഷേ ലിംഫാറ്റിക്സ് ഒന്നും തന്നെ 4th ഉം 6th ബ്രേക്കിയൽ ആർച്ചും നമ്മുടെ ഗ്ലോട്ടസ് റീജിയന് കൊടുക്കത്തില്ല. അപ്പോൾ ലിംഫാറ്റിക് സപ്ലൈ അവിടെ ഒട്ടും ഇല്ല. അപ്പോൾ ലിംഫാറ്റിക് സപ്ലൈ ഇല്ലാത്തൊരു ഏരിയനെ നമ്മൾ പറയുന്ന പേരാണ് വാട്ടർ ഷെഡ് ഏരിയ. വാട്ടർ ഷെഡ് ഏരിയ. സോ ഇഫ് ടീച്ചർ ആസ്ക് യു വാട്ട് ഈസ് ദ വാട്ടർ ഷെഡ് ഏരിയ ഓഫ് ദി ലാരിങ്സ്, you must say it is glottis. കാരണം എന്താ? ഗ്ലോട്ടസിന് ലിംഫാറ്റിക്സ് ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെ പറയുന്ന വേറൊരു പേരാണ് വാട്ടർ ഷെഡ് ഏരിയ. ഓക്കെ. നമുക്കിനിയും ഈ അഡൾട്ട് ആൻഡ് ഇൻഫൻറ്റ് ലാരിങ്സിൻ്റെ വ്യത്യാസങ്ങൾ പഠിക്കാം. അത് ഒത്തിരി വ്യത്യാസമൊന്നുമില്ല, എന്നാലും ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യു മൈ ടാസ്ക് അഡൾട്ട് ലാരിങ്സിൽ the location, it's lower down. That means it is from C3 to C6. Very important. C3 to C6 ആണ് അഡൾട്ട് ലാരിങ്സിൻ്റെ പൊസിഷൻ. ഓക്കെ. cervical 3 to cervical 6 ഏരിയ. കുഞ്ഞുങ്ങളിൽ ഇറ്റ് C2 to C3. C2 C3 ഏരിയയിലാണ് കുഞ്ഞുങ്ങളിൽ ലാരിങ്സ് ഉള്ളത്. ഓക്കെ. ഫൈൻ. അഡൾട്ട്സിൽ ഇറ്റ് ഈസ് tubular in shape. Tubular in shape. Okay, so adults we work under the tube light a lot, right, to get a work done. So tubular in shape. It is tubular in shape. കുഞ്ഞുങ്ങളിൽ it is cone shaped or cylindrical shaped. ഇങ്ങനെ. ഓക്കെ. കുഞ്ഞുങ്ങൾക്ക് ഈ funnel shaped, കുഞ്ഞുങ്ങളിൽ it is cone shaped or funnel shaped ആണ്. funnel shaped. ഓക്കെ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം കോൺ വളരെ ഇഷ്ടമല്ലേ? അപ്പം അങ്ങനെ ഓർത്തിരിക്കുക. And also see, this is a supraglottis, this area, this is a glottis, this is a subglottis. Okay. അപ്പോൾ നിങ്ങൾ ഈ കോൺ ഷേപ്പ് എടുക്കുമ്പോൾ അറിയാം ഏറ്റവും താഴത്തെ പോർഷൻ which is a subglottis. Subglottis is a narrowest. ഏറ്റവും ചെറിയ പോർഷൻ ഏതാണ്? subglottis. അപ്പോൾ കുഞ്ഞുങ്ങളിലെ ഏറ്റവും ചെറിയ പോർഷൻ ഏതാണ്? subglottis ആണ്. അഡൾട്ട്സിലെ ഏറ്റവും ചെറിയ പോർഷൻ ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു which is a narrowest portion in an adult. A narrowest portion of the larynx. നാരോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ വളരെ ചെറുതായിരിക്കും സ്പേസ്. ഓക്കെ. നാരോസ്റ്റ് പോർഷൻ ഏതാണ്? സുപ്രാഗ്ലോട്ടസ് ആണോ, ഗ്ലോട്ടസ് ആണോ, സബ് ഗ്ലോട്ടസ് ആണോ? ടെൽ മീ. നാരോസ്റ്റ് പാർട്ട് ഇൻ അഡൾട്ട് ലാരിങ്സ് ഇസ് ഗ്ലോട്ടസ്. ഓക്കെ. വേറെ കുഞ്ഞുങ്ങളിൽ ദ നാരോസ്റ്റ് പാർട്ട് ഇസ് സബ് ഗ്ലോട്ടസ്. ഓക്കെ. ഫൈൻ. നമുക്ക് കുറച്ചും കൂടെ ഹാർഡർ കാർട്ടിലേജ് ആണ്. റൈറ്റ്. ഒബ്വിയസ്ലി അണ്ടർസ്റ്റുഡ്. കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടെ സോഫ്റ്റർ കാർട്ടിലേജ് ആണ്. Cartilage of the larynx is softer in infants. Okay guys, see this picture. Okay, കുറച്ചും കൂടെ ഓറിയൻറ്റേഷൻ കിട്ടും നിങ്ങൾക്ക്. ഇത് നമ്മുടെ നോസ് ആണ്. ഓക്കെ. നേസൽ ക്യാവിറ്റി, നമ്മുടെ ഓറൽ ക്യാവിറ്റി and here is a tongue. Okay, so whatever food that we eat is going. Okay, and we have this epiglottis which is covering. ഇതാണ് നമ്മുടെ, just a moment. Okay. So guys, see this part is a air pipe. കേട്ടോ. ഇതാണ് നമ്മുടെ ലാരിങ്സ് ഞാൻ വരച്ചേക്കുന്നത്. അപ്പോൾ ലാരിങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എപ്പിഗ്ലോട്ടസ് ആണ്. ഓക്കെ. സോ നമ്മൾ കഴിക്കുന്ന ഫുഡെല്ലാം ഓറൽ ക്യാവിറ്റി കൂടെ പോയിട്ട് ക്യാൻ ഇറ്റ് എൻ്റർ ദ ലാരിങ്സ്? നോ. കാരണം ഒരു ലാരിങ്സിന് ഒരു കവറിങ് ഉണ്ട്, നമ്മുടെ എപ്പിഗ്ലോട്ടസ്. കണ്ടോ, ഇതാണ് എപ്പിഗ്ലോട്ടസ്. സോ ലാരിങ്സിനെ കവർ ചെയ്ത് വെച്ച് അതുകൊണ്ട് ഫുഡെല്ലാം എങ്ങോട്ടത്തേക്കായിരിക്കും പോകുന്നത്? നമ്മുടെ ഈസോഫേഗസിൽ ചെന്ന് സ്റ്റൊമക്കിലേക്ക് എൻട്രി ചെയ്യും. ഓക്കെ. ലാരിങ്സിൻ്റെ 3 പാർട്ട്. സി ദിസ് ഇസ് എ സുപ്രാഗ്ലോട്ടസ്, ഗ്ലോട്ടസ് ആൻഡ് സബ്ഗ്ലോട്ടസ്. ഓക്കെ. ഫൈൻ. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് ഇസ് കാർട്ടിലേജസ് ഓഫ് ദ ലാരിങ്സ്. ഞാൻ പറഞ്ഞില്ലേ ലാരിങ്സ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ലോട്ട് ഓഫ് കാർട്ടിലേജസ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ കാർട്ടിലേജസ് ഓഫ് ലാരിങ്സ്. ഫസ്റ്റ് 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് പേഡ്, മറ്റേത് അൺപേഡ്. പേഡ് എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഉണ്ടാവും. മനസ്സിലായോ? അൺപെയർഡ് എന്ന് പറഞ്ഞാൽ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. അൺപെയർഡ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി ഫ്രണ്ട്സ്, ഒറ്റയ്ക്കാണ്. ഓക്കെ. സോ അൺപെയർഡിൻ്റെ എക്സാമ്പിൾസ് എന്താണ്? ക്രിക്കോയിഡ്.
What is it? Cricoid cartilage. ഇതിനകത്ത് എവിടെയാണ് cricoid? Look and tell me. Very good. See here. Right? This is a cricoid cartilage. നിങ്ങൾക്ക് ഒന്നല്ലേ കാണാൻ പറ്റുന്നുള്ളൂ? യെസ്, അതുകൊണ്ടാണ് ഇത് അൺപെയർഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ ക്രിക്കോയിഡ് കാർട്ടിലേജ്. ഈ ക്രിക്കോയിഡ് കാർട്ടിലേജ് ദ ഷേപ്പ് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ റിമെമ്പർ ഇറ്റ് ഇസ് സിഗ്നെറ്റ് ഷേപ്പ്. സിഗ്നെറ്റ് റിംഗ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു റിംഗ് ഇല്ലേ, നമ്മുടെ വെഡിങ് റിംഗ്, ഇതേപോലെ ആയിരിക്കും ക്രിക്കോയിഡിൻ്റെ ഷേപ്പ്. ഓക്കെ, അടുത്ത അൺപെയർഡ് കാർട്ടിലേജ് ആണ് തൈറോയിഡ് കാർട്ടിലേജ്. തൈറോയിഡ് കാർട്ടിലേജ് ഇതിനകത്ത് എവിടെയാണ് നോക്കി പറയൂ. വേർ ഇസ് എ തൈറോയിഡ് കാർട്ടിലേജ്? സി, ദിസ് ഇസ് എ thyroid cartilage. Okay, this is a thyroid cartilage. Pinne one more unpaired cartilage is there, which is called as epiglottis. See this? Okay, this ഈ tongue shaped ഒരു leaf like projection കണ്ടോ, അതാണ് epiglottis. അപ്പോൾ epiglottisഉം ഒന്നല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് രണ്ടെണ്ണം കാണാൻ പറ്റുന്നുണ്ട്. epiglottisന്റെ ഇല്ല. epiglottis also unpaired. അപ്പോൾ tell me, what are the three unpaired cartilages of larynx? Cricoid, right, thyroid and epiglottis. Easy guys? Fine. ഇനി paired cartilages. Okay, paired cartilages എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ആക്ച്വലി ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ലാരിങ്സിനെ നോക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. നമ്മൾ പോസ്റ്റീരിയർലി നോക്കുമ്പം ബാക്കിൽ ചെന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഈ അൺപെയർഡ് കാർട്ടിലേജസ് കാണാൻ പറ്റുക. ചെറിയ കാർട്ടിലേജസ് ആണ്. ഐ ഷോ യു ദ പിക്ചർ. ഓക്കെ, ആദ്യമേ പേര് പറയാം. ഈ പെയർഡ് കാർട്ടിലേജസ് എവിടെ നിന്നാണ് നമ്മൾ ബാക്കിൽ കൂടെ ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡാണ് പെയർഡ് കാർട്ടിലേജസ് ഉള്ളത്. ഞാൻ കാണിച്ചു തരാം. Okay, so first is arytenoid. What is it? Arytenoid cartilage. പിന്നുള്ളത് cuneiform cartilage, corniculate cartilage. അപ്പോൾ arytenoid cartilage, cuneiform cartilage and corniculate cartilage. See, ഈ arytenoid കുറച്ചും കൂടെ സൈസ് ഉണ്ട്. ഇത് രണ്ടും വളരെ ചെറിയ കാർട്ടിലേജസ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡസൻറ്റ് മാറ്റർ മച്ച്. ഓക്കെ, ഐ ഷോ യു ദ പിക്ചർ. ഇവിടെ കണ്ടോ, ഞാനിപ്പം ലാരിങ്സിൻ്റെ പോസ്റ്റീരിയർ സൈഡിൽ വന്ന് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞില്ല അരിറ്റിനോയിഡ് ഇതാണ് കണ്ടോ, ഇറ്റ് ഇസ് പെയർഡ്, രണ്ടെണ്ണം ഉണ്ട്. എൻ്റെ മണ്ടയിൽ വളരെ ചെറിയ ഒരു ബോണുണ്ട്, കാർട്ടിലേജ് ഉണ്ട്, കോൾഡ് എസ് കോർണിക്കുലേറ്റ് കാർട്ടിലേജ്. നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റില്ല. അതിൻ്റെ മണ്ടയിൽ വേറെ ചെറിയൊരു കാർട്ടിലേജ് ഉണ്ട്, കോൾഡ് എസ് ക്യൂണിഫോം കാർട്ടിലേജ്. അപ്പോൾ ഈ ക്യൂണിഫോമും കോർണിക്കുലേറ്റ് കാർട്ടിലേജും വളരെ ചെറുതാണ്, നിങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. കാണാൻ കഴിയുന്ന ഈ വലിയ കാർട്ടിലേജാണ്, വിച്ച് ഇസ് നോട്ട് ടു ബിഗ് കമ്പയർഡ് ടു ദ അതർ ടു അരിറ്റിനോയിഡ്. ഇതാണ് അരിറ്റിനോയിഡ്, വിച്ച് ഇസ് കമ്പാരിറ്റീവ്ലി ബിഗർ ദാൻ ദി അതർ ടു. ഓക്കെ, ഫൈൻ. ഈ തൈറോയിഡ് കാർട്ടിലേജിൻ്റെ ഷേപ്പ് എന്താണെന്ന് പറയൂടാ. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് തൈറോയിഡ് കാർട്ടിലേജ്? ഇറ്റ് ഈസ് സി ഷേപ്ഡ്. ഓക്കെ, സി ഷേപ്ഡ് ആണ്. അപ്പം ഞാൻ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് എനിവേസ് സി ഷേപ്പ് അല്ല. നിങ്ങൾ മേലിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഓക്കെ, തൈറോയിഡ് കാർട്ടിലേജ് ലുക്സ് ലൈക്ക് എ സി. ഓക്കെ, ഒരു പേഴ്സൻ്റെ ലാരിങ്സ് ഇവിടെ ചെന്ന് മേലിൽ നിന്ന് നിങ്ങൾ നോക്കുവാണെങ്കിൽ സി പോലിരിക്കും തൈറോയിഡ് കാർട്ടിലേജ്. പിന്നെ വേറെ ഷേപ്പ് ഉണ്ട്, ലൈക്ക് ഓപ്പൺ ബുക്ക് ഷേപ്പ് എന്ന് പറയും. ഇറ്റ് ലുക്സ് ലൈക്ക് എൻ ഓപ്പൺ ബുക്ക്. ഓക്കെ, ഓപ്പൺ ബുക്ക് പോലെ ഇരിക്കുന്നു. പിന്നെ എന്താ ബട്ടർഫ്ലൈ ഷേപ്പ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ഗൈസ് വിൽ ടോക്ക് അബൌട്ട് ദ ലാരിഞ്ചൽ നെർവ് സപ്ലൈ. ഓക്കെ, ലാരിങ്സിനെ സപ്ലൈ ചെയ്യുന്ന നെർവ്സ്. ഓക്കെ, basically രണ്ട് nerves ഉണ്ട്. One is the superior laryngeal nerve, okay, and the second one is a recurrent laryngeal nerve. Okay, ഈ റിക്കറൻറ്റ് ലാരിഞ്ചൽ നെർവിനെ പറ്റി ഞാൻ ആദ്യമേ പറയാം. ഓക്കെ, അതൊരു മിക്സ്ഡ് നെർവാണ്. മിക്സ്ഡ് എന്ന് പറഞ്ഞാൽ മോട്ടോർ സപ്ലൈയും കൊടുക്കുന്നുണ്ട്, സെൻസറി സപ്ലൈയും കൊടുക്കുന്നുണ്ട് ലാരിങ്സിന്. ഓക്കെ, സോ ലെറ്റ് us say this is the larynx. ഓക്കെ, ഈ റിക്കറൻറ്റ് ലാരിഞ്ചൽ നെർവ് ലാരിങ്സിൻ്റെ താഴെയിൽ കൂടെയാണ് വരിക. ഓക്കെ, താഴെ കൂടി ഇങ്ങനെ വന്നിട്ടാണ് സപ്ലൈ ചെയ്യുക നമ്മുടെ ലാരിങ്സിനെ, കേട്ടോ. ഇനി രണ്ടാമത് സുപ്പീരിയർ ലാരിഞ്ചൽ നെർവിന് രണ്ട് ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, ഒന്ന് ഇൻറ്റേർണൽ ലാരിഞ്ചൽ നെർവും പിന്നെ എക്സ്റ്റേർണൽ ലാരിഞ്ചൽ നെർവും. ഓക്കെ, കുറച്ചും കൂടെ അനാറ്റമി ഡീപ്പായിട്ടുണ്ട്, പക്ഷേ ഇറ്റ് ടേക്സ് മോർ ടൈം ടു അണ്ടർസ്റ്റാൻഡ്. സോ ഇപ്പം ബേസിക്കലി വിൽ സ്റ്റിക്ക് ടു ദ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. So one most important question is, all the muscles of the larynx are supplied by, okay, എല്ലാ മസിൽസും ലാരിങ്സിൻ്റെ എല്ലാ മസിൽസും they are supplied by which nerve? It is the recurrent laryngeal nerve. So all muscles of the larynx are supplied by recurrent laryngeal nerve. Very important. Except one muscle of the larynx called as cricothyroid.
അപ്പം ലാരിങ്സിന് കുറേ മസിൽസ് ഉണ്ട് ചുറ്റിനും. ഓക്കെ, അതെല്ലാം സപ്ലൈ ചെയ്യുന്നത് റിക്കറൻറ്റ് ലാരിഞ്ചൽ നെർവാണ്, എക്സെപ്റ്റ് വൺ മസിൽ കോൾഡ് ആസ് ക്രിക്കോതൈറോയിഡ്. ഓക്കെ ഗൈസ്, സെൻസറി സപ്ലൈ ഓഫ് ദി ലാരിങ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമിനേഷൻ്റെ സമയത്ത് ലൈക്ക് ലാരിങ്കോസ്കോപ്പിയുടെ സമയത്ത് വെൻ യു നോ ദാറ്റ് വെൻ യു ആർ ഫീലിംഗ് സെൻസേഷൻസ്, അവിടെ സെൻസേഷൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബിക്കോസ് സെൻസറി സപ്ലൈ ലാരിങ്സിലുള്ളത് കൊണ്ടാണ് അല്ലേ. സോ സെൻസറി സപ്ലൈ സുപ്രാഗ്ലോട്ടസ് റീജിയനിൽ, സുപ്രാഗ്ലോട്ടസ് റീജിയൻ ഓഫ് ദി ലാരിങ്സിൽ സെൻസറി സപ്ലൈ കൊടുക്കുന്നത് ഇൻറ്റേർണൽ ലാരിഞ്ചൽ നെർവാണ്. സബ് ഗ്ലോട്ടസിൽ സെൻസറി സപ്ലൈ കൊടുക്കുന്നത് റെക്കറൻറ്റ് ലാരിഞ്ചൽ നെർവാണ്. ഓക്കെ, ഗ്ലോട്ടസ് ഏരിയയിൽ കൊടുക്കുന്നത് ഇറ്റ് ഈസ് എ ഗാലൻസ് അനാസ്റ്റോമോസിസ്. ഓക്കെ, ഇത് മഗപ്പ് ചെയ്യാനുള്ളൊരു ടോപ്പിക്കാണ്, ഇത്രയേ ചോദിക്കുള്ളൂ. സുപ്രാഗ്ലോട്ടസിൻ്റെ സെൻസറി സപ്ലൈ ഇൻറ്റേർണൽ ലാരിഞ്ചൽ നെർവ്. ഓക്കെ, ഇപ്പോൾ റിമെമ്പർ ദാറ്റ് ഐ ക്യാൻ ബി റിട്ടൺ ലൈക്ക് ഇൻക്രീസ്ഡ്, ഇങ്ങനെ സുപ്ര. ഓക്കെ, സുപ്ര ഗ്ലോട്ടസ് ഇസ് ഇൻറ്റേർണൽ ലാരിഞ്ചൽ നെർവ്, subglottis is recurrent laryngeal nerve, and glottis G for G, gallons anastomosis. കേട്ടോ. ഓക്കെ, now one question. ആസ്പിറേഷൻ ഉണ്ടാവുന്നത് ഏത് നെർവ് ഡാമേജ്ഡ് ആകുമ്പോഴാണ് ആസ്പിറേഷൻ ഉണ്ടാവുന്നത്? ടെൽ മീ. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇൻറ്റേർണൽ ലാരിഞ്ചൽ നെർവ്. ഈ നെർവ് ഡാമേജ്ഡ് ആകുമ്പോഴാണ് ദ പേഷ്യൻറ്റ് ആസ്പിറേറ്റ്സ് കേട്ടോ. ഓക്കെ, നൗ സീ ഹിയർ ഗൈസ്, ദിസ് ഇസ് ഇഫ് ഐ എം വ്യൂയിങ് ദ ലാരിങ്സ് ഫ്രം ദ സൈഡിൽ നിന്ന് ലാരിങ്സിനെ ഞാൻ നോക്കുകയാണെങ്കിൽ this part that I am drawing, this is a thyroid cartilage. Okay, ഈ boot shaped bone ഏതാണ് ഗൈസ്? ഇറ്റ് ഈസ് എ arytenoid. Okay, this is the arytenoid, and ഇതിൻ്റെ ഇടയ്ക്ക് കാണുന്നത് ഈ സ്ട്രക്ചറാണ് വോക്കൽ കോഡ്. ഓക്കെ, വോക്കൽ കോഡ്. Now ഈ പോസ്റ്റീരിയർ സൈഡ് കണ്ടോ, പോസ്റ്റീരിയർ 1/3 ഇത് കാർട്ടിലേജ് ആണ്. പോസ്റ്റീരിയർ 1/3 ഓഫ് ദ വോക്കൽ കോഡ് ഇത് കാർട്ടിലേജസ് പാർട്ടാണ്. ആൻറ്റീരിയർ 2/3 ഇറ്റ് ഈസ് എ മെംബ്രേനിയസ് പാർട്ട്. See, the anterior, one second guys, anterior 2/3 is a membranous part, posterior 1/3 it is a cartilaginous part. Okay, now ഇത് ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ the midpoint of the membranous part. Okay, the midpoint, let us say here, okay, this is a membranous part, right? This one that I am drawing, yes, and the midpoint is where the patient usually gets a vocal nodule. ഇപ്പം വോക്കൽ നോഡ്യൂളിനെ പറ്റി നമുക്ക് പഠിക്കാം. ചെറിയൊരു സ്വെല്ലിംഗ് ആണ്. ഓക്കെ, വോക്കൽ നോഡ്യൂൾ ഈ സിംഗേഴ്സ് അമിതമായി സംസാരിക്കുന്ന ആൾക്കാരിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ വോക്കൽ നോഡ്യൂൾ ഓർ വോക്കൽ പോളിപ്പ് അക്കർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സ്ഥലമാണ് ദ മിഡ് പോയിൻ്റ് ഓഫ് മെംബ്രേനിയസ് പാർട്ട് ഓഫ് ദ വോക്കൽ കോഡ്. മനസ്സിലായോ? ഓക്കെ, എന്തുകൊണ്ടാണ്, വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ റീസൺ ഓഫ് വോക്കൽ കോഡ് പാൽസി? നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവില്ലേ, ആൾക്ക് സർജറിക്ക് ശേഷം വോയിസ് ഹോസ്നെസ് ആയി അല്ലെങ്കിൽ ശബ്ദം നഷ്ടപ്പെട്ടു. സോ എന്തായിരിക്കും അതിൻ്റെ കോസ്? ശബ്ദം നഷ്ടപ്പെടുന്നത് വോക്കൽ കോഡ് പാൽസി കാരണമാണ്. സോ വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് വോക്കൽ കോഡ് പാൽസി? ടെൽ മീ ഗൈസ്. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ സർജറി. ഓക്കെ, തൈറോയിഡെക്ടമി. തൈറോയിഡെക്ടമിക്ക് ശേഷം ചില ആൾക്കാരിൽ വോക്കൽ കോഡ് പാൽസി കാണാറുണ്ട്. ചില ആൾക്കാരിൽ അത് ഇഡിയോപ്പത്തിക് ആണ്. ഓക്കെ, പെട്ടെന്ന് വോയിസ് നഷ്ടപ്പെടാറുണ്ട്. മോസ്റ്റ്ലി ഇപ്പോൾ അവർ പറയുന്നത് യൂഷ്വലി ഈ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഈ ലേറ്റൻ്റ് ആയിട്ട് കിടന്നിട്ടാണ് ഇങ്ങനെ ഇഡിയോപ്പത്തിക് വോയിസ് ലോസ് ഉണ്ടാകുന്നതാണ് സ്റ്റഡീസ് പറയുന്നത്. ഓക്കെ ഗൈസ്, സീ ദിസ് പിക്ചർ. ഓക്കെ, ഇതാണ് നമ്മുടെ എപ്പിഗ്ലോട്ടിസ്. ഓക്കെ, ഫൈൻ. സോ ഇത് രണ്ടും കണ്ടോ, ഇതാണ് വോക്കൽ കോഡ്. ഓക്കെ, ഫൈൻ. ചെക്ക് അബൌട്ട് ദിസ്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ദേ ഹാവൻറ്റ് ഷോൺ ടു so just leave about this. Only see till here. This is epiglottis. Okay, these two white bands അതാണ് നമ്മുടെ വോക്കൽ കോഡ്. ഓക്കെ, അപ്പം ഇത് ഓപ്പൺ വോക്കൽ കോഡാണ്. കണ്ടോ, ഇത് ഓപ്പൺ ആണ്, അകത്ത് സ്പേസ് കണ്ടോ. ഇത് ക്ലോസ്ഡ് വോക്കൽ കോഡാണ്. ഈസി. ഓക്കെ, നൗ ലെറ്റ്സ് ലേൺ അബൌട്ട് കോൺജനൈറ്റൽ ഡിസീസ് ഓഫ് ദ ലാരിങ്സ്. ഓക്കെ, സോ ഈ പിക്ചർ കണ്ടിട്ട് ഓൾറെഡി ദ ഡയഗ്നോസിസ് ഇസ് ഹിയർ. ഓക്കെ, so this is a case of laryngomalacia guys. Laryngomalacia endana very important, okay, for all your exams.
ലാരിംഗോമലേഷ്യ അറ്റ് ബർത്ത് ഈ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ചൈൽഡിന് ഒരു ഇൻസ്പിറേറ്ററി സ്ട്രൈഡർ എന്ന് വെച്ചാൽ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകതരം ബ്രീത്തിങ് സൗണ്ട് കേൾക്കാൻ പറ്റും. ഇൻസ്പിറേറ്ററി സ്ട്രൈഡർ എന്ന് പറയുന്നത് ഇൻസ്പിറേറ്ററി സ്ട്രൈഡർ. ഓക്കെ, കുഞ്ഞിൻ്റെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഈ ഇൻസ്പിറേറ്ററി സ്ട്രൈഡർ ഇറ്റ് ഇൻക്രീസസ് ഇൻ സുപ്പൈൻ പൊസിഷൻ. നമ്മൾ നേരെ കിടക്കുമ്പോഴത്തേക്കും അത് കൂടും. നേരെ തിരിഞ്ഞ് കിടക്കാൻ പറഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മുടെ തല നമ്മുടെ ഫേസ് പില്ലോയിലേക്ക് വെച്ച് പ്രോൺ പൊസിഷൻ. ഓക്കെ, പ്രോൺ പൊസിഷനിലേക്ക് കിടന്നാൽ ദിസ് ഡിക്രീസസ്. ഓക്കെ, സോ ഈ പ്രസൻറ്റേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കേസ് ഓഫ് ലാരിംഗോമലേഷ്യ. അത് കോൺജനൈറ്റലായിട്ട് വരുന്ന ഒരു കാര്യമാണ്. സോ ഇങ്ങനെയാണ് നോർമൽ ലാരിങ്സ് ഇരിക്കേണ്ടത്. ഓക്കെ, പക്ഷെ ഇങ്ങനത്തെ കുട്ടികളിൽ ദിസ് ഈസ് ഒമേഗ ഷേപ്ഡ് ലാരിങ്സ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഒമേഗ ഷേപ്ഡ് ലാരിങ്സ് ഇസ് സീൻ. ഓക്കെ, ദ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ യൂഷ്വലി നമ്മൾ റീഅഷ്യൂർ മാത്രം ചെയ്താൽ മതി, ബിക്കോസ് അത്രയ്ക്ക് പ്രശ്നം ഉണ്ടാവത്തില്ല. ഓക്കെ, പക്ഷേ സിവിയറായിട്ട് കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ വി ക്യാൻ ഗോ ഫോർ എ എപ്പിഗ്ലോട്ടോപ്ലാസ്റ്റി. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദിസ്, വാട്ട് ഡു യു സീ, എന്താണ് ഈ ഒമേഗ ഷേപ്ഡ്? ഇറ്റ് ഈസ് ഒമേഗ ഷേപ്ഡ് എപ്പിഗ്ലോട്ടസ്. ലാരിങ്സ് തന്നെ ലാരിങ്സിൻ്റെ ഒരു ഭാഗമാണ് എപ്പിഗ്ലോട്ടസ്. ഓക്കെ, സോ വി ക്യാൻ ഗോ ഫോർ എ എപ്പിഗ്ലോട്ടോപ്ലാസ്റ്റി ഇൻ സിവിയർ കേസസ്. ഓക്കെ, സോ ലാരിംഗോമലേഷ്യ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ: ദ ചൈൽഡ് ഹാസ് ഇൻസ്പിറേറ്ററി സ്ട്രൈഡർ വിച്ച് ഇൻക്രീസസ് ഇൻ സുപ്പൈൻ പൊസിഷൻ, ഡിക്രീസസ് ഇൻ പ്രോൺ പൊസിഷൻ, ഒമേഗ ഷേപ്ഡ് ലാരിങ്സ്. ഡയഗ്നോസിസ് എന്താണ്? ലാരിംഗോമലേഷ്യ. അതൊരു കോൺജനൈറ്റൽ ഡിസീസാണ്. ഓക്കെ, ട്രീറ്റ്മെൻറ്റ് ഇസ് ജസ്റ്റ് റീഅഷ്യൂർ. സിവിയർ ആണെങ്കിൽ എപ്പിഗ്ലോട്ടോപ്ലാസ്റ്റി. ഓക്കെ, see the picture here also. This is omega shaped epiglottis. Guys, what is this? Idenda this is, see, I'll give you a clue. Water balloon glottis. Okay, glottis looks like a water balloon. Oru water balloon pole irikkunna glottis. What is the diagnosis, guys? It is Larynx edema. Okay, Larynx space il varuna edema. Okay, this is Larynx edema. That's it. Next. Okay guys, next one. What is this condition that you see here? See, ഇവിടെ ഒരു swelling ഉണ്ടോ? This is a case of laryngocele. എന്താണ് ഈ laryngocele? It is a swelling, okay, that you can see on the neck, seen in glass blowers, trumpet blowers. ട്രംപറ്റ് ബ്ലോവേഴ്സിലൊക്കെ ഇങ്ങനെ ഒത്തിരി ബ്ലോ ചെയ്യുമ്പോഴത്തേക്കും എയർ ലാരിങ്സിൽ കെട്ടിക്കിടക്കും, അല്ലെങ്കിൽ വെള്ളം ലാരിങ്സിൽ കെട്ടിക്കിടക്കും. ഓക്കെ, എവിടെയാണ് കെട്ടിക്കിടക്കുന്നത്? സാക്യൂൾ. ഞാൻ അനാറ്റമി പറഞ്ഞു തന്നപ്പോൾ പറഞ്ഞായിരുന്നു ലാരിങ്സിൻ്റെ ഒരു ഭാഗമാണ് സാക്യൂൾ. ഓക്കെ, അപ്പോൾ ഈ സാക്യൂളിൽ വെള്ളം കെട്ടിക്കിടക്കും അല്ലെങ്കിൽ എയർ കെട്ടിക്കിടക്കും. അതാണ് പിന്നെ സ്വെല്ലിംഗ് ആയിട്ട് മാറുന്നത്. ദാറ്റ് ഈസ് യൂഷ്വലി സീൻ ഇൻ ദിസ് ട്രംപറ്റൊക്കെ ബ്ലോ ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരിലാണ് ഇത് കാണുന്നത്. സോ ദാറ്റ്സ് കോൾഡ് ആസ് ലാരിംഗോസീൽ. ഓക്കെ, ലാരിംഗോസീലിലെ രണ്ട് സൈൻ ഓർത്തിരിക്കുക. ഒന്ന് ബോയ്സ് സൈൻ. എന്താണ് ഈ ബോയ്സ് സൈൻ? നമ്മൾ ഈ സ്വെല്ലിംഗ് ഉണ്ടല്ലോ ഷേക്ക് ചെയ്യുക. ഈ സ്വെല്ലിംഗ് ഒരു മിനിറ്റ് ഷേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇൻ കേസ് ദർ ഇസ് വാട്ടർ, ഓക്കെ, ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ബോയ്സ് സൈൻ. Okay, so boys, they are very healthy, they like to drink water, remember? So water is there means when you shake the swelling there is going to be sound. Okay, what is this Bryce sign? Bryce sign. Again, when you compress a swelling, if air is trapped inside, the air will escape and that causes a sound. അപ്പം നമ്മൾ ഈ സ്വെല്ലിംഗ് കംപ്രസ് ചെയ്യുമ്പോഴത്തേക്കും എയർ ആണ് ഇവിടെ കെട്ടിക്കിടക്കുന്നതെങ്കിൽ എയർ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഓൾസോ പ്രൊഡ്യൂസസ് സൗണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ബ്രൈസ് സൗണ്ട്. ഓക്കെ, ബ്രൈസ് സൈൻ. ഓക്കെ, so if you take an x-ray you can diagnose laryngocele. All right, that's it. So basically guys, yeah, these are some important points when you study larynx. Okay, thank you, God bless you.